നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് പുള്ളിയുടെ വൈഫാണിത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്നേഹയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ ഇന്നലെ. പുള്ളിക്കാരി ആകദേശത്തിലാണ്, പക്ഷേ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പുള്ളിക്കാരി ആ വീഡിയോ ചെയ്തത്. പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ സായി എങ്ങനെ ജാസ്മിൻ്റെ ഏജൻ്റ് ആവുന്ന, സായിയും പിന്നെ ജാസ്മിൻ്റെ ഫാദറും തമ്മിൽ അങ്ങനെ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയയിൽ കുറേ ഇങ്ങനെ സംഭവങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൂഫോടെ സംസാരിക്കൂ, ആ പ്രൂഫ് കൊണ്ട് തരൂ, പ്രൂഫ് തന്നാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആകെ ദേശത്ത് ഇങ്ങനെ പുള്ളിക്കാരിയുടെ വീഡിയോ ഒക്കെ കുറച്ച് കോമഡി ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പുള്ളിക്കാരി സംസാരിച്ചത്. അപ്പോൾ എന്താണെങ്കിലും അത് കേട്ട് നോക്കാം. ഞാൻ പറയട്ടെ, ഈ സായി എന്ന് പറയുന്നത് സായിന്റെ എന്റെ അറിവിൽ സായിന്റെ കുടുംബമല്ല ജാഫർക്ക കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എന്റെ അറിവിൽ സായിന്റെ അമ്മായിയുടെ മോളൊന്നുമല്ല, അമ്മാവന്റെ മോളും അല്ല ജാസ്മിൻ. അപ്പോൾ സ്വന്തം കപ്പ് നേടാതെ സായി എന്തിന് ജാസ്മിന് കപ്പ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോകും? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ അലിഗേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. വെറുതെ ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. സത്യാവസ്ഥ എന്താണെന്നറിയാതെ വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം? സായി ഇപ്പൊ അവിടെ പോയിട്ട് ജാസ്മിനെ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണോ? സായിന്റെ ഗെയിം കളിക്കാൻ പോയതല്ലേ? സായി നിങ്ങൾ തന്നെ കണ്ടതാണ്. സായിക്ക് വലിയ ഫാമിലി അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് സായിയും ജാഫർക്കും തമ്മിൽ ഭയങ്കര എന്താ പറയാ ഫോൺ വിളിച്ചതാണ്. ആ 45 മിനിറ്റ് ഫോൺ ധരിക്കും ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. പുറത്ത് വരട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ സാധനം വരുന്നുണ്ടെങ്കിലൊക്കെ പ്രൂഫായിട്ട് വരിക. പ്രൂഫ് ഇല്ലാതെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതിങ്ങനെ കുറേ ഉണ്ട്, പുള്ളിക്കാരുടെ വീഡിയോ കുറേ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചില ഭാഗങ്ങൾ മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അതിന് ഇന്നലെയായിരുന്നു, ഒരു 10-20 മണിക്കൂർ മുമ്പായിരുന്നു. ഇതിപ്പോൾ ഇന്ന് വി ഹിയർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചാനലിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒരു മഞ്ഞ കളർ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഒരാളിങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ആ വോയിസ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്നേഹ ചോദിച്ചതെന്ന് പറഞ്ഞാൽ വോയിസ് ഉണ്ടെങ്കിൽ പുറത്ത് വിടൂ എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അത് പുള്ളിയുടെ ഇതിൽ പറയുന്നുണ്ട്. സ്നേഹ ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ ഞാനിങ്ങനെ വോയിസ് വിടുന്നുണ്ട്. വോയിസ് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്, കാരണം അവൻ്റെ ഫോണിലൂടെയാണ് സായി സംസാരിച്ചത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ എന്താണ് സംഭവങ്ങൾ, എന്താണ് സത്യാവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും കൊള്ളാം. ബിഗ് ബോസ് അവസാനിക്കാറായപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ആ വോയിസിലാണെങ്കിൽ പിന്നെ നമ്മളെ ജാസ്മിൻ ജാഫറിൻ്റെ ഉപ്പ ജാഫർ പുള്ളിയുടെ തനിക്കോണം കാണിച്ചു. ഞാൻ എൻ്റെ പച്ചയായിട്ടുള്ള ഭാഷ സംസാരിക്കട്ടെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ആ താളിയോട് കഴിവറാവനോട് പറയാതെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് പാറത്തെറിയാണ് പറഞ്ഞേക്കുന്നത്. അവനോട് പറയുമെന്ന് ഗബ്രിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഗബ്രിയോട് അകത്ത് കയറുമ്പോൾ പറയുമെന്ന് ഈ പെണ്ണിൻ്റെ പാവട പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാതെ, അല്ലാതെ സ്വയമായിട്ട് ഗെയിം കളിച്ച് സ്വന്തം ഐഡിയയിൽ ഗെയിം കളിച്ച് ജയിക്കാൻ നോക്കുക, അല്ലാതെ ഇങ്ങനത്തെ കണ്ടൻറ്റ് കൊടുത്തല്ല ജയിക്കാൻ ശ്രമിക്കേണ്ടത്. ബിഗ് ബോസിൽ എന്നൊരു ഷോയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള പരിപാടി ചെയ്യല്ലേ എന്നാണ് അതിൻ്റെ മോനോട് പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ വെക്കാം. വി ഹിയർ എന്ന് പറയുന്ന പുള്ളിയുടെ ചാനലിൽ ഇപ്പോഴും ഉണ്ട്. പുള്ളി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി വിശദമായിട്ട് കാണുമോ. ഇതിനകത്ത് ഞാൻ ചെറിയൊരു ക്ലിപ്പിംഗേ വെക്കുന്നുള്ളൂ. ഈ ഷോയ്ക്കകത്ത് കയറുവാണെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പച്ചയായ ഭാഷ സംസാരിച്ചോട്ടെ, പല കീറി അവരോട് അന്തസ്സായിട്ട് പറയണം, നീ അന്തസ്സായിട്ട് ഗെയിം കളിക്കും, വല്ല പെൺപിള്ളേരെ പാവാടത്തുത്തി പിടിച്ചോണ്ട് കിടക്കാതെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ. ആ നായിന്റെ മോളോട് അങ്ങനെ ഒന്ന് പറയാമോ? എന്റെ മോളെയും പറയണം, നല്ല അന്തസ്സായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഗെയിം കളിച്ച് ജയിക്കാൻ പറ, പ്രേമിച്ച് ജയിക്കാതെ ഗെയിം കളിച്ച്. അല്ല, ഞാനിതിനകത്ത് കണ്ടസ്റ്റന്റ് ആയി കയറുമ്പോ ഞാനെന്താണെങ്കിലും ഇതിന്റെ ഒരു ഗെയിം ഉണ്ടാവില്ല ഇപ്പൊ. അതന്നെ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും, അത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകൾ ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല, പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോമ്പോയിൽ നിന്ന് ഞാൻ കാല് പിടിച്ച് പറയാ, ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ, അവന്റെ ആ കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാമെങ്കിൽ കൂടി പറ്റുമെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ മഞ്ഞത്തൊപ്പിക്കാരൻ ആണ് ഈ വോയിസ് ലീക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്ന വി ഹിയർ എന്ന ഈ ചാനലിലാണ് പുള്ളിയുടെ വ്യൂസൊക്കെ പറയാറുള്ളത്. ബിഗ് ബോസിനെ കുറിച്ചും ബാക്കി കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ സായി കൃഷ്ണയുടെ വോയിസ് ആണ് എന്നാണ് ഇത് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് സായി കൃഷ്ണയുടെ വോയിസ് ആണോ എന്ന്. പിന്നെ ജാഫറിൻ്റെ വോയിസ് ആണെന്ന് പറയുന്നുണ്ട്. ജാഫറിൻ്റെ വോയിസ് ഏകദേശം നമുക്കൊരു സാമ്യം തോന്നുന്നുണ്ട്, പക്ഷേ സായിയുടെ വോയിസ് അത്രയ്ക്കും സാമ്യമൊന്നും തോന്നുന്നില്ല, കാരണം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വോയിസ് അല്ലേ.
അപ്പോൾ എന്താണേലും ഇത് ഭയങ്കര ഒരു സംഭവമായി പോയി. പുള്ളി ഒരു അച്ഛൻ്റെ വിഷമമാണ് പറഞ്ഞത്. പോകുന്നതിന് മുമ്പ് മറ്റേ സായിനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ദയവ് ചെയ്ത് എൻ്റെ മോളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട്, മോൾക്ക് വിവരമില്ലല്ലോ. മോൾക്ക് വിവരമില്ലാത്ത ഇതിൽ ഇപ്പോൾ മോളോട് എന്ത് ചോദിച്ചാലും മോൾ പറയാം ഇതെൻ്റെ ഗെയിമാണ് ഉപ്പ, ഇതൊരു ഗെയിമാണ് ഉപ്പ, ഇതൊരു ഗെയിമാണ് ഉപ്പ എന്ന് പറയും. പക്ഷേ പുള്ളിക്കാരൻ വെളിയിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു നാണക്കേടും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവരുടെ കുടുംബക്കാർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു പ്രശ്നങ്ങൾ അവൾ അറിയുന്നില്ലല്ലോ. ബിഗ് ബോസ് എന്ന പരിപാടിയെക്കുറിച്ച് ആൾക്കാരൊന്നും അത്രയും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന്. ബിഗ് ബോസ് ഒരിക്കലും ജാസ്മിനെ വിജയിപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു ഉറച്ചൊരു വിശ്വാസം ഇപ്പോഴും. എന്താണെന്ന് വെച്ചാൽ അവളെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഷോ ഇതോടെ കഴിഞ്ഞു, ഈ കൊല്ലത്തോടെ തീരും എന്നാണ്. നാളെ അടുത്ത കൊല്ലം നാളെ എന്ന് പറയുന്ന ഒരു സംഭവം, സീസൺ 7 എന്ന് പറയുന്നത് ആൾക്കാരെ കൊണ്ട് കാണാനായിട്ട് പ്രേരിപ്പിക്കാൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും ഈ ബിഗ് ബോസ് ടീമിന്. അവർക്ക് ഭയങ്കര ഒരു നഷ്ടം തന്നെയായിരിക്കും അവളെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ആ ഷോയിനോടുള്ള ഒരു ക്രെഡിബിലിറ്റി തന്നെ ആൾക്കാർക്ക് നഷ്ടപ്പെടും, ആൾക്കാർക്ക് ആ ഒരു വിശ്വാസം തന്നെ പോവും അവൾ ജയിച്ചു കഴിഞ്ഞാൽ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണേലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല അവൾ എന്താണെങ്കിലും വിജയിക്കുന്നുള്ളൂ. ടോപ്പ് 5 വരുമായിരിക്കും. അല്ലാതെ അവളെ അവസാനം വരെ വെച്ചിരുന്നിട്ട് ഇങ്ങനെ കരുവേപ്പില പോലെ എടുത്ത് പുറത്ത് കളയും, കഴിഞ്ഞ കൊല്ലം ശോഭ എടുത്ത് കളഞ്ഞ പോലെ അതാണ് സംഭവിക്കുക. കാരണം പ്രേക്ഷകരുടെ ഇഷ്ടമാണല്ലോ ബിഗ് ബോസ് നടത്തിപ്പുകാർ, അതാണ് നോക്കുക. ബിഗ് ബോസിലെ ആൾക്കാരെ നമ്മൾ ബയാസ്ഡ് അതായത് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ സംഭവിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്താണെങ്കിലും കാണാം. ചിലപ്പോൾ അവൾ വിജയിച്ചേക്കാം. വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പോലും കാണൂല എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ, കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഈ പരിപാടി കാണാതെ ആവും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണേലും നമ്മൾ കേട്ടത് അവളുടെ വാപ്പയുടെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ്. ഇതിനി ഇവരുടെ ഒരു ഗെയിമാണോന്നും അറിയില്ല. ഇത്രയും വിഷമിക്കുന്ന ഒരു അച്ഛനാണ് മോളുടെ ഒരു മണ്ടത്തരം കാരണമാണ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് അവളെ ഒരു നല്ല നന്മമരം എന്നും പറഞ്ഞുകൊണ്ട് അവളെ ചിത്രീകരിച്ച് അവസാനത്തെ 2-3 ആഴ്ചയിൽ അവളെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ടോപ്പ് 5 എത്തിച്ച് പിന്നെ ടോപ്പ് 1 സെക്കൻഡിലേക്കോ എത്തിക്കാനുള്ള ശ്രമമാണോ എന്നും നമുക്കറിയില്ല. ഈ വി ഹിയർ എന്ന് പറയുന്ന ആളിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല, സായികൃഷ്ണനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പോക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ എന്ത് വേണേൽ സംഭവിക്കാം, ഈ 2 കാര്യങ്ങളിൽ എന്ത് വേണേൽ സംഭവിക്കാം, എന്ത് വേണേൽ ആവാം. സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളിൽ എന്ത് വേണേൽ ആവാം. ഇവരെ ഒക്കെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെയും ആയിരിക്കാം. പക്ഷേ സ്നേഹയുടെ കാര്യം ഞാൻ അങ്ങനെ പറയുന്നില്ല. പുള്ളിക്കാരി എനിക്ക് ജെന്യൂനായിട്ടാണ് തോന്നിയത്. പുള്ളിക്കാരി നല്ല വിഷമത്തോടെ കൂടെയാണ് പറഞ്ഞത്. പുള്ളിക്കാരി ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല, സായി ചിലപ്പം പറഞ്ഞു കാണത്തില്ല ഇതുപോലെ വിളിച്ചു എന്നുള്ള കാര്യമൊക്കെ. ചിലപ്പോൾ പറഞ്ഞു കാണും, പക്ഷേ പ്രൂഫില്ല ഇതുണ്ടാവും എന്ന് പുള്ളിക്കാരി വിചാരിച്ച് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും പ്രൂഫ് ഇട് എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ നല്ല ഭയങ്കര വെല്ലുവിളിയായിട്ടാണ് പറയുന്നത്. പ്രൂഫ് ഇല്ലാതെ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഈ ചെക്കൻ കൊണ്ട് പ്രൂഫ് ഇട്ടിട്ടുണ്ട് എന്നാണേലും ഇന്നും നാളെയും കൂടെ ഈ കാര്യമായിരിക്കും ഫുള്ളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. ഇന്ന് എന്താണെങ്കിലും അവിടെ മറ്റേ നോമിനേഷനൊക്കെ നടന്നിട്ടുണ്ട്. രാവിലെ ശ്രീതു കയറിയെന്നൊക്കെ ഉണ്ടായിരുന്നു. അവളെ മറ്റേ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. മറ്റേ സിജോ പിന്നെയും കയറി. സിജോ മിക്കവാറും ഔട്ട് ആവാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ശ്രീതു ഒരു വേസ്റ്റാണ്. ശ്രീതുവിനെ ഒരിക്കലും ഈ ബിഗ് ബോസിൽ എടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതർ സ്റ്റേറ്റ് ഇപ്പോൾ തമിഴ്നാട്, അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ ഓരോരുത്തർക്ക് പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഓരോ ആൾക്കാരെ എടുത്ത് ഇതൊരു പാൻ ഇന്ത്യൻ ഷോ ആക്കി മാറ്റാമല്ലോ. അല്ലാതെ ബിഗ് ബോസ് മലയാളം എന്ന് പറയേണ്ട കാര്യമല്ലോ. എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും ഈ മലയാളം അറിയാവുന്ന ആൾക്കാർ, മലയാളികൾ ഉണ്ടാവും, മലയാളം അറിയാത്ത ആൾക്കാരുണ്ടാവും, കുറച്ചൊക്കെ മലയാളം പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ശ്രീധുവിൻ്റെ കാര്യത്തിൽ ആദ്യമൊക്കെ നമുക്ക് രസമായിട്ട് തോന്നി. പക്ഷേ അതിപ്പോൾ ഇവൾ ഈ ടോപ്പ് 10 വരിക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഡിസേർവിങ് അല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. അൻസിബയായിരുന്നു വരേണ്ടിയിരുന്നത്. അൻസിബ ടോപ്പ് 10 വരാൻ ഫുള്ളി വർത്തായിട്ടുള്ള ഒരാളാണ്. ശ്രീധുവിനെക്കാട്ടിലും വർത്തായിട്ടുള്ള ഒരാളാണ് അപ്സര. പക്ഷേ ഈ 2 പേരും ഇല്ലാതെ ശ്രീധുവിനെ ഇത്രയും വോട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ആ ഒരു അർജുനന് വേണ്ടിയിട്ട് ഈ ഇത്രയും പരിപാടി കാണിക്കുന്നത് മോശമാണ്. അവരുടെ ആ ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ അവൾക്ക് കുറേ വോട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറേ വോട്ട് തമിഴ്നാട്ടിൽ നിന്നുണ്ടാവും. അപ്പോൾ തമിഴ്നാട്ടിലെ ആൾക്കാർ കാണാനായിട്ട് ആണ് ഇവർ ശ്രമിക്കുന്നത്. കൂടുതൽ TRP കിട്ടണമെന്ന് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഓരോ ആൾക്കാരെ എടുക്കുക. നമ്മളിപ്പോൾ സിനിമയൊക്കെ എടുക്കുന്നില്ലേ, മറ്റേ അവിടുന്ന് ബാലയെ എടുക്കുക, അപ്പുറത്തുനിന്ന് മറ്റേ സൽമാൻ ഖാനെ എടുക്കുക, അപ്പുറത്തുനിന്ന് ഷാറുഖ് ഖാനെ എടുക്കുക, അപ്പുറത്തുനിന്ന് ഒരു ഉത്തരാഖണ്ഡോ ജാർഖണ്ഡോ ഇവിടുന്നൊക്കെ ഓരോ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ പടം ഹൗസ്ഫുള്ളായിരിക്കും. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യുന്നത് ശരിയല്ല ബിഗ് ബോസ് കാണിക്കുന്നത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിന് അല്ലെങ്കിലും വില ഉണ്ടാവില്ലല്ലോ. ബിഗ് ബോസിൻ്റെ മുന്നിൽ നമുക്കെന്താ, ഞാനാരുമല്ലല്ലോ. എന്താണെങ്കിലും നോക്കാം നമുക്ക് അടുത്ത ദിവസങ്ങൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്.